കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. ഓ, കേട്ടിരിക്കണു. തമ്പുരാട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ തിരുമനസ് വലിയ ആഹ്ലാദത്തിലാ. ഇന്ന് വേറെ ആർക്കും മുഖം കാണിക്കാൻ പോലും അനുവാദമില്ല. വന്നാട്ടെ. നിന്നോടെന്താ പറയാന്ന് എനിക്ക് അറിയില്ല പത്മിനി. സുഖാണോന്ന് ചോദിച്ചാൽ പോലും ഒരു കുത്തിനോവിക്കലോ പരിഹസിക്കലോ ഒക്കെ ആയ നീ ഇപ്പൊ കണക്കാക്കും. ഒന്നും ചോദിക്കാനോ ചോദിപ്പിക്കാനോ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചിട്ടാണ് അന്ന് ഇവിടെ നിന്നിറങ്ങിയത്. ഇതിപ്പോ വീരേന്ദ്രൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞപ്പോ, എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അവന് വേണ്ടി ഞാൻ മാപ്പ് പറയാ. അവനെയും കൊണ്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം. അവനെ ഇനി ഇവിടുന്ന് വിടുന്നില്ലെങ്കിലോ? വീരേന്ദ്രനെ കുറിച്ച് കേട്ടിരിക്കുന്നതെല്ലാം നുണയാ. ഇത്രയും സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല. ഈശ്വര, എന്റെ വീരേന്ദ്രനെ കുറിച്ച് തന്നെയാണ് ഞാനീ കേൾക്കണേ. അപ്പോ ഇവനിത് എവിടെ പോയി? നീ തനി ശ്രീകൃഷ്ണനാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്ന ആ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ, അപ്പോ ഏതപ്പു? ഏതപ്പുവാടെ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ, അപ്പു. എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഒന്ന് വേടാ. എന്താ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛനല്ല, അമ്മ. വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്ക കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ വിശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വാദം വന്ന് കിടപ്പിലായതും അപ്പോഴേ അറിഞ്ഞ്. വാദോ? വീരേന്ദ്രൻ പറഞ്ഞു. വലിയ സംസാരപ്രിയനാ. അതിശയം തന്നെ. അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ. ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമ്മാമ പട്ടം കൊടുത്തല്ലോ. അവൻ ബഹു മിടുക്കനാ. അത് തൈനസായി അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പത്മിനി, അവനെ കണ്ടില്ലേ? ഇല്ല, ഇവിടെ മുഴുവൻ തിരക്കി. ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം. അകത്തേക്ക് കയറിയിരുന്നുള്ളൂ. അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആ, അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ്. പെട്ടെന്ന് കാണാം. വീരേന്ദ്ര, പൊങ്ങി നോക്കണ്ട ആരെങ്കിലും കാണൂ? ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചത്. അപ്പതെ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളെ ഒരു തന്ത എങ്ങാനും വരുമോ? വരുന്നു തോന്നല്ല. കേട്ടോടത്തോളം അവനൊരു തണ്ടില്ലാത്തവനാ. വീരേന്ദ്ര, 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 വീരേന്ദ്രൻ തമ്പുരാനെ, തമ്പുരാനെ, വീരേന്ദ്രൻ തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര, തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര. തമ്പുരാന്റെ ഓരോ വികൃതികള്. മടിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ആ, ഒരു ഉഗ്രം വരട്ടി വരട്ടിയാ അവര് വന്ന വഴി ഓടും. എങ്കിൽ വേഗം പോയി ഓടിക്കടാ. ആ, വരണു. ആരാ അത്? അറിയില്ലേ? സ്നേഹിത വീരേന്ദ്രന്റെ. നീയാണോ 6-7 കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? 6-7 ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട് വർഷം 10-16 ഇത്ര ഒച്ചയെ വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? നിന്നെ വന്നട്ടെ. കണ്ടേ? എന്താ കുട്ടി ഇത്? നിന്റെ ഒളിച്ചുകളിൽ കുസൃതിയൊന്നും നിന്നെ വിട്ട് പോയില്ലേ? എന്ത് വേണം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? ശരിയാ, സമ്മതിച്ചു. ഞാൻ ആരുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. എടാ നീ മിണ്ടിപ്പോര്. അമ്മയാണ് പോലെ അമ്മ. സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല. സ്വന്തം മകന് നിങ്ങൾ ഒരു ഇത്തി സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹപൂർവ്വം അവനെ മോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മകൻ പോക്കരിയാവാതിരിക്കും?
തെരുവുകൾ അടക്കി പിടിക്കുന്ന ഗുണ്ടയാവാതിരിക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ അവൻ ലണ്ടനിൽ പോലും വൃത്തിയോട് കാണിച്ചു വരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തിയ. നിങ്ങളൊരു അമ്മയില്ല, ദുഷ്ടയാണ്, ദുഷ്ട. ലോകത്ത് ഒരു സ്ത്രീയും സ്വന്തം മകനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിന് നിങ്ങളൊരു സ്ത്രീയല്ലല്ലോ, പിശാചാണ്. പിശാച്. ഇതൊക്കെ പറയാൻ മാത്രം ആരാ ഇവൻ? അങ്ങനെ പറയരുത് പത്മിനി. എത്രയായാലും സ്വന്തം മോനല്ലേ. മകനോ? ഇല്ല, ഇവരെന്റെ അമ്മയല്ല, ഞാൻ ഇവരുടെ മകനുമല്ല. വീരേന്ദ്ര മതി. വീരേന്ദ്രനോ? ഇവൻ മാമി, ഇവൻ മതി. ഇതൊക്കെ പിന്നെ പറയാം. അടുത്തേ കൊണ്ടുപോയിക്കോളൂ. അങ്ങോട്ട് പോവുക. ഇതിൽ ഭേദം അവളെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ? അലിയ കാലക്ക്. അരുത്, ബഹളമൊന്നും ഉണ്ടാക്കരുത്. എന്റെ നിവൃത്തിയോടുകൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഒന്നും തമ്പുരാട്ടി വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാ. തമ്പുരാട്ടിനോട് പൊറുക്കണം. നീ ആരാ? എന്തിനു വേണ്ടി ഇതൊക്കെ? പറയാം. എല്ലാം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത്. മുഴുവൻ കേൾക്കാനുള്ള ദയവുണ്ടാകണം. അപ്പൂന്ന എന്റെ പേര്. ഇവിടെ അടുത്ത് തിരുവട്ടാറാണ് സ്ഥലം. പിണക്കൊക്കെ മാറി. ഇപ്പൊ അമ്മയും മകനും വലിയ ലോഹ്യത്തിലാ. ഓ സമാധാനായി. ഞാൻ അത് തന്നെ ഓർത്തിരിക്കായിരുന്നു. രണ്ടാളും കുറെ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഇനി ശബ്ദം താഴ്ത്തി വല്ല വഴക്കുണ്ടാക്കണമെന്നറിയാൻ ഞാൻ കുറച്ചു നേരം കേട്ടു വന്നു. അപ്പോഴല്ലേ മനസ്സിലായത്. എന്ത് കഥ പറയുക? കഥയോ? ഒരു കൃഷിക്കാരനെ കുറെ പേര് ചേർന്ന് ചതിച്ച കഥ. എന്ത് വെട്ടിത്തോ കുട്ടി നീ കാണിച്ചേ? കൊട്ടാരത്തിൽ വന്ന് ആൾമാറാട്ടം നടത്തിയാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ? ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യുക? അവളില്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. അതിനെന്ത് ശിക്ഷ കിട്ടിയാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി എന്നെ സഹായിക്കാൻ തമ്പുരാട്ടിക്ക് മാത്രമേ കഴിയൂ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തിരുമനസിനെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം. കഴിയില്ല കുട്ടി. ഇവിടെ ഉള്ളവരെ സ്നേഹത്തിന്റെ വില പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അതിന് സ്നേഹമല്ല, തെറ്റെന്നാ ഇവിടെ ഉള്ളവർ പറയാ. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കാനല്ലാതെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ മനസ്സുണ്ടായിരുന്നെങ്കിൽ, അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഇക്കാലം അത്രയും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നു. എനിക്ക് എന്റെ വീരേന്ദ്രനെ നഷ്ടപ്പെടില്ലായിരുന്നു. നിന്നെ പോലെ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചങ്കുറ്റത്തോടെ നെഞ്ചും വിരിച്ച് ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്ന ആളാ വീരേന്ദ്രന്റെ അച്ഛൻ. അന്ന് ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? എല്ലാം അറിഞ്ഞ് ഞാൻ എത്തുമ്പോൾ അരിഞ്ഞു നുറുക്കിയ കുറെ മാംസ കഷ്ണങ്ങൾ മാത്രം. അതിനു മുമ്പ് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ വീരേന്ദ്രന് ജന്മം കിട്ടിക്കഴിഞ്ഞു. ഒരു പ്രതികാരം പോലെയാണ് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തിയത്. പിന്നെ പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിൽ എന്റെ മകന്റെ മനസ്സ് മുരടിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി, എന്റെ മോനെയെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുഞ്ഞുനാളിലെ അവന്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല. അവൻ വളർന്നത് മനുഷ്യനായിട്ടല്ല, മൃഗമായിട്ടാണ്. പക മുഴുവനും എന്നോട്. ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പക പോക്കും പോലെ അവന്. അവൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളുടെ പേരിൽ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ മകനെ കുറിച്ച് കുറെ നല്ല വാക്കുകൾ, ഒരമ്മ കേൾക്കാൻ ആശിക്കുന്ന വാക്കുകൾ എല്ലാം ഞാൻ കേട്ടു. അത് നീ കാരണമാണ്. അതെന്തിന്റെ പേരിലായാലും ശരി, എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കുഞ്ഞെ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല. ഞാന് പൊയ്ക്കോളൂ. മായയോട് പത്മിനിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡൽഹിയിലെ ഇതാ ആള്. മായയെ കാണാൻ പത്മിനിയേക്കാൾ കൂടുതൽ തിരക്ക് കൂട്ടത് വീരനാ. വീരേന്ദ്രനെ കുറിച്ച്
മായോടൊന്നും പറഞ്ഞിട്ടില്ല. ആ എവിടെയാള് വന്നില്ലേ? ഇവിടെ ഉണ്ട്. വിളിച്ചോളൂ. ഓ, അയേ ഇതാണ് വീരൻ, വീരേന്ദ്രൻ, ദില്ലിവാല. മകൻ തിരുന്നാൾ മായത്തമ്പരാട്ടി ഒരു നോക്ക് കാണണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. മുഖം കാണിക്കാൻ അവസരം തന്നതിന് നന്ദി. എന്ത് പറ്റിയ കുട്ടിക്ക്? എന്നെ കുറിച്ച് പാടിപ്പരത്തിയിട്ടുള്ള വീരഗാഥകൾ ആ കുട്ടിയും കേട്ട് കാണും. അതാവും ഭയന്ന് ഓടിയത് അല്ലേ അമ്മേ? എനിക്കറിയില്ല. ഇതൊന്നും അത്ര കാര്യാക്കണ്ട. ആ കുട്ടിക്ക് വീരേന്ദ്രൻ ഇഷ്ടാവും. എല്ലാം ഒത്തു വന്നാച്ചാ മായയ്ക്ക് വീരേന്ദ്രനാവണം കൂട്ട് എന്നൊരു മോഹമുണ്ട്. എന്താ പത്മിനിക്ക് ഇഷ്ടക്കുറവ് വല്ലതും? ഇഷ്ടാണ്, അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് ഇന്നലെ എന്നോട് പറയുണ്ടായി. അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്കുണ്ടെന്ന് കേട്ടത് വെറുതെ അല്ല. വീരേന്ദ്രൻ തമ്പുരാൻ വന്നിട്ടുണ്ട്. കാണണമെന്ന് പറഞ്ഞു. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞേക്കൂ. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. നന്നായി. കാണാനും സംസാരിക്കാനും പറ്റിയ ആളല്ല. ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണെന്ന് കേട്ടത്. ഇതുപോലൊരു നാടകം കളിച്ച് നിന്റെ മുന്നിൽ വരേണ്ടി വന്നതില് എനിക്ക് ദുഃഖമുണ്ട്. സത്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അനിറ്റ. ഇനിയെങ്കിലും ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കണം. ഇനി എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ നാടകം കളിച്ച് എന്റെ മുന്നിൽ വന്നാലും ശരി, എന്റെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ നീ പാഴാക്കുന്ന നിന്റെ ജീവിതം. ഈ കൊട്ടാരത്തിനകത്തിട്ട് ഇവിടെയുള്ളവർ എല്ലാരും കൂടി നിന്നെ കൊല്ലും. ഞാൻ എപ്പോഴേ മരിച്ചതാ. അപ്പോഴും തന്നെയല്ലേ എന്നെ കൊന്നത്. നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്ന മായ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റെന്റെയാണ്. 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം മുതലെടുത്ത ഒരാൾ വന്നു കയറിയത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇനി എന്റെ കൺമുമ്പിൽ നിങ്ങൾ വരരുത്. എല്ലാം ഞാൻ മറക്കുകയാണ്. എല്ലാം. നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്നെ ആട്ടി പുറത്താക്കാൻ കഴിയില്ല മായ. അത് നീ സമ്മതിക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോയിട്ടല്ല, വീരേന്ദ്രനായിട്ട്, നിനക്ക് യോജിച്ച രാജകുമാരനായിട്ട്. ആയെ കുറ്റം പറയാൻ കഴിയില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ. എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. എല്ലാം ശരിയാവും, ശരിയാവും എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഏയ്, പടിയേറ്റിന് 2-3 ദിവസം കൂടി ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ഇനിയിപ്പോ എങ്ങനെ? നീ സമാധാനപ്പെട്. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. നിങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹിതന്റെ കാര്യം? 26-ലെ ഒരു അപ്പു. ആ അപ്പു ആളെങ്ങനാ? എന്തേ? അല്ല, ഒരു വായ നോക്കിയാണെന്ന് ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുന്റെ അത്രയും സൽസ്വഭാവിയും നല്ലവനുമായ ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ല. എന്നാ എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പോ വന്നോളൂ. വീരേന്ദ്രനെ കാണുന്നു. സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം ഞാൻ ഇയാളോട് ചോദിച്ചു, അപ്പു അല്ലേന്ന്. അപ്പോ ഇയാളുടെ മുഖത്തുണ്ടായൊരു ഭാവപ്പേർച്ച അവർണ്ണനീയം തന്നെ. आप एक पल के अंदर मुझे पहचान लिया? अरे वाह, मैं आपको अभिनंदन करता हूँ. ശുക്രിയ ശുക്രിയ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് അത് ജാത്തെ ഹോ.
बैठो। अला अरे आप दोनों बैठिए ना। आप कैसे हैं? यहाँ की खाने पीने के इंतजाम ठीक तो है ना? अच्छा अच्छा अच्छा। ये सब छोड़ो ना, आपका नाम कहिए। नाम नाम बताओ। वीरेंद्रन। बैठिए ना। साले, ये वीरेंद्र को पहले कभी तू देखा है? ഈ വീരേന്ദ്രന്റെ മുമ്പ് എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോന്നല്ല. നീ എന്നെ പറ്റി ഞാൻ പറയാം. എന്റെ പേര് അപ്പു. 26 ഒരു കൃഷിക്കാരൻ. ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ, അവൾ എന്റെ പെണ്ണ. അവളെ തിരികെ കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അരെ ബേക്കോ, വീരേന്ദ്രൻ മേഹോ. നിക്ക്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, മറിച്ച് സഹായിക്കാൻ. നീ ഞാനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചില്ല. ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിന്? എന്റെ അമ്മയെ പോലും പണ്ടേ ഞാൻ ഉപേക്ഷിച്ച. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടം? അതെ. എന്താ, അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ്, എനിക്ക് വേണ്ട. ഞാനൊരു തൊപ്പി പോലും തലയെ വെക്കാറില്ല, പിന്നെന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശമായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കുത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശം ഉണ്ടാവാൻ പോവാ. അതിനു മുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടെ പോകും. കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ. എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ട് ഞാനിവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രമേ ഇപ്പൊ അതിന് കഴിയൂ. ഈശ്വര, അടുത്ത കുരിശു എത്തിയല്ലോ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ, അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടിയൊന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ച ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായയെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ എന്നെ പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. എന്താ ക്യാ? പാനി.